വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്ക ഇറാന് നേരെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സുപ്രധാന മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. സമാധാനം അകലെയാണ് എന്ന് ഇന്ത്യ ഇപ്പോൾ പറയുമ്പോഴും ഇന്ത്യ ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇറാൻ ഉടൻ വിടണം നിങ്ങൾ എന്നാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ വെടിനിർത്തൽ നടത്തിയ ഈ ഗ്യാപ്പിൽ ഇന്ത്യക്കാർ മുഴുവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്നായിരിക്കാം ഇന്ത്യ ഉദ്ദേശിച്ചതെന്ന് മറ്റുള്ള ചില ആൾക്കാർ പറയുന്നു. എന്തായാലും ഇന്ത്യൻ പൗരന്മാർക്ക് എംബസിയിൽ നിന്ന് പുതിയ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനും യുഎസും ഇസ്രായേലും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടയിൽ ഇന്ത്യൻ സർക്കാർ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇറാനിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണമെന്ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ഉപദേശം നൽകി. ഇന്ത്യക്കാർ എത്രയും വേഗം ഇറാനിൽ നിന്ന് പുറത്തുപോയി സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇറാനിലെ ഇന്ത്യൻ എംബസി എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഉപദേശം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർ നിർദ്ദേശിച്ച ഓപ്ഷനുകൾ ഉപയോഗിച്ച് മാത്രമേ ഇറാനിൽ നിന്ന് പുറത്തു കടക്കാവൂ എന്ന് അതിൽ പറയുന്നു. എംബസിയുമായി കൂടിയാലോചിക്കുകയോ ഏകോപിപ്പിക്കുകയോ ചെയ്യാതെ ഒരു അന്താരാഷ്ട്ര കര അതിർത്തിയും കടക്കാൻ ശ്രമിക്കരുത് എന്ന് എംബസി കൃത്യവും ശക്തവുമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യക്കാർക്ക് നൽകുന്നത്. ദുരിതത്തിലായ പൗരന്മാരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട്. എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യയുടെ ജാഗ്രത തുടരുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനും US ഇസ്രായേലും രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ഇന്ത്യൻ സർക്കാർ ഒരു റിസ്ക്കും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഏപ്രിൽ 7 വൈകുന്നേരം ഇറാനിലെ ഇന്ത്യൻ എംബസി ഒരു ഉപദേശം പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ഇന്ത്യക്കാർ 48 മണിക്കൂർ അവർ എവിടെയാണോ അവിടെ തന്നെ തുടരണം എന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഇന്ത്യൻ സർക്കാർ നൽകിയ വിശദാംശങ്ങൾ പ്രകാരം ഫെബ്രുവരി 28 ഇറാനിലെ വിവിധ സ്ഥലങ്ങളിൽ US ഇസ്രായേൽ ആക്രമണങ്ങൾ നടന്നപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം 9,000 ഇന്ത്യക്കാർ ഇറാനിലുണ്ടായിരുന്നു. അതിൽ ഏകദേശം 1,800 ഇന്ത്യക്കാർ ഇതുവരെ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.